നമസ്കാരം സർ. നമസ്കാരം. ഒരു ചെറു ചോദ്യം. പറവൂര് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത നിയോജകമണ്ഡലമാകുമോ? കാരണം അവിടുന്ന് ഒരു മൂന്നാമത് മുഖ്യമന്ത്രിയുടെ സാധ്യതകളുണ്ട് എന്ന് മാധ്യമങ്ങളും നിരീക്ഷകരും പറയുന്നു. അതായത് ആദ്യം ഉണ്ടായത് പറവൂർ ടി കെ നാരായണപിള്ളി കൊച്ചി ആയിരുന്നപ്പോൾ സംസ്ഥാനമായിരുന്നപ്പോൾ ടി കെ നാരായണപിള്ളി പനമ്പള്ളി ഗോവിന്ദനൊക്കെ അവിടെ മുഖ്യമന്ത്രിയായ അതിനുശേഷം പൂർണ്ണമായ കേരളത്തിന് തന്നെ മുഖ്യമന്ത്രിയായിട്ടൊരു മുഖ്യമന്ത്രി കൂടെ അവിടെ നിന്ന് വരും മൂന്നാമത്തെ ആൾ. അതായത് ഇതുവരെയുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. കഴിഞ്ഞ ദിവസം വരെ പാർട്ടിക്കുള്ളിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതായത് ആര് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണോ, അല്ല തരൂരാണോ, അതല്ല കെ സി വേണുഗോപാലാണോ, കെ മുരളീധരനാണോ എന്നൊക്കെ പറഞ്ഞ് പല പത്രവാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ഈ അവസാന നിമിഷം ഉമ്മൻചാണ്ടിയെ സരിതാ നായർ കേസിൽപ്പെടുത്തിയ പോലെ, അതായത് സരിതാ നായർ ക്ലിഫ് ഹൗസിൽ വെച്ച് പിന്നെ സരിതാ നായരെ ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കെട്ടുകഥയുണ്ടാക്കി അദ്ദേഹത്തെ കുടുക്കി അവസാനം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തെറിപ്പിച്ച പോലെ വി ഡി സതീശനെ പുനർജനി പദ്ധതിയിൽ അദ്ദേഹം വലിയ തട്ടിപ്പടത്തിയിട്ട് FCRA ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സംഭവം പെട്ടെന്ന് ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസം ഇപ്പം 7 ദിവസം പുറത്തു വരികയുണ്ടായി. രാവിലെ വന്നു, അത് പുറത്തു വന്നു, വലിയ വാർത്തയായി. കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങൾ മാത്രമല്ല, ലക്ഷ്യ 26 എന്ന ചടങ്ങിൽ സുൽത്താൻ ബത്തേരി സമ്മേളിച്ചിരുന്ന പ്രമുഖരായ നേതാക്കൾ രമേശ് ചെന്നിത്തലയും അതേപോലുള്ള എല്ലാ സുധാകരനും അടക്കമുള്ള അതുവരെ ഭിന്നിച്ചു നിന്നിരുന്ന വി ഡി സതീശനെ എതിർത്തിരുന്നു എന്ന് പറയുന്ന നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞു വി ഡി സതീശനെ എല്ലാവരും മനസ്സ് തുറന്നുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ എതിരാളികളാണെന്ന് പത്രക്കാർ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ കൃത്രിമമായി കെട്ടിപ്പിടിച്ചല്ലായിരുന്നു അവിടെ. അതെ. അപ്പൊ എല്ലാവരും ചേർന്ന് കൊട്ടിഘോഷിച്ച വി ഡി സതീശനായിരിക്കില്ല മറ്റുള്ളവരായിരിക്കും അധികാര കസേരയ്ക്ക് വരിക എന്ന് പറയുന്ന ഒരു സംഭവം നടന്ന് കൊട്ടിഘോഷിച്ച ആളുകളൊക്കെ തന്നെ വി ഡി സതീശന്റെ പിന്നിൽ നിരക്കുന്നതാണ് കണ്ടത്. കാരണം സതീശന് എതിരായി കേസ് കൊടുക്കുക വഴി പിണറായി വിജയൻ ഒരു കാര്യം കൂടെ തെളിയിച്ചു. ഇലക്ഷൻ കേസ് ഇലക്ഷന് മുമ്പും കൊടുക്കാമെന്ന് ആദ്യമായിട്ട് തെളിയിച്ച, ഇപ്പം മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഓരോ കാര്യത്തിലും വന്നിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് തന്നെ ഇലക്ഷൻ കേസ് കൊടുത്ത് സതീശനെ ഒതുക്കാനാണ് ആര് നോക്കിയത്? ഇതൊരു ഇലക്ഷൻ കേസാണ് ശരിക്കും, അതിനപ്പുറത്തേക്കില്ല. അതെ, നമ്മുടെ അതിന് ഉമ്മൻചാണ്ടിയെ തകർത്ത നമുക്ക് എല്ലാവർക്കും പാഠമാണ്. ഉമ്മൻചാണ്ടിയെ പറ്റി എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഒന്നും കണ്ടെത്തിയില്ല. മാത്രമല്ല, എന്ത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയെ CBI കൊണ്ടുപോലും പിണറായി വിജയൻ അന്വേഷിപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ട്. അതിൽ ഒരു തുമ്പും കിട്ടിയില്ല. അവസാനം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട് ക്യാൻസർ ബാധിച്ച് മരിക്കുകയാണ്. മാനസിക വിഷമത്തോടെ അതാണ്. അതായത് അങ്ങനെ അതേപോലെ തന്നെ വി ഡി സതീശനെ വീഴ്ത്തിക്കളയാം, പുനർജനി പദ്ധതിയിൽ വീഴ്ത്തിക്കളയാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് റിപ്പോർട്ടർ ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് എല്ലാ ചാനലും ഏറ്റെടുത്തു. പിന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ, UDFന്റെ സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ ലക്ഷ്യം 26 എന്ന് പറയുന്ന നടന്ന സമ്മേളനത്തിൽ ഇത് ചർച്ചയായി. അത് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ബോംബ് പൊട്ടിച്ചത് ആര്? പിണറായി വിജയൻ. അന്ന് രാവിലെയാണ് പൊട്ടിക്കുന്നത്. പക്ഷേ അത് വിപരീത ബലമാണ്. വടി കൊടുത്ത് അടി മേടിച്ച പോലെയായി. കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി, നേതാക്കന്മാർ ഒറ്റക്കെട്ടായി വി ഡി സതീശന്റെ കീഴിൽ നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. വി ഡി സതീശനാണ് ഞങ്ങളെ ലീഡർ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണെങ്കിൽ ഇനി നയിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് ഉള്ള ഒരു പ്രഖ്യാപനമായി മാറി. ഇവിടെ ഒരു സ്ട്രാറ്റജിക് മൂവ് നടന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക് മൂവ് എന്ന് നമ്മൾ അറിയാത്തൊരു സൈലന്റ് ഓപ്പറേഷൻ. നാളെ അല്ലെ ഇപ്പോൾ പോലും വി ഡി സതീശന് പകരം മറ്റൊരാൾ ഞാനാകാം അല്ലെ എന്നൊരു പേര് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആണെങ്കിലും സുധാകരനാണെങ്കിലും അതുപോലുള്ള ആരാണെങ്കിലും ഇവരെല്ലാം നിശബ്ദരാകേണ്ടി വരികയാണ്. നിശബ്ദരാകേണ്ടി വരും. മാത്രമല്ല, വി ഡി സതീശനെ ഹൈലൈറ്റ് ചെയ്യണം അവരടക്കം. ഇനി ആർക്കും വി ഡി സതീശനെ വെട്ടിമാറ്റാൻ പറ്റാത്ത വിധത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് അവർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒരു പാരലുണ്ട് ഇവിടെ. അതായത് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴും പാർട്ടിയിൽ സ്വാധീനം ഉള്ളപ്പോഴും നാട്ടുകാരെ ആകർഷിക്കണമെങ്കിൽ അച്യുതാനന്ദൻ വേണമായിരുന്നു. അതുപോലെ ഇന്ന് വി ഡി സതീശനെ എതിർത്തുകൊണ്ട് ഒരാൾക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ട് വളരാമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരായിരിക്കും. അല്ല, അദ്ദേഹം പ്ലാൻ ചെയ്ത അദ്ദേഹത്തിന്റെ നിലപാടുകൾ എല്ലാം തന്നെ വിജയിച്ച് എല്ലാ മേഖലകളിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി. അതായത്
തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പി.ടി. തോമസിൻ മരണത്തിന് ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി, ഉമ്മൻചാണ്ടിയുടെ മരണത്തില് പുതുപ്പള്ളിയിലുണ്ടായ തുടങ്ങി, പാലക്കാട് ഷാഫി പറമ്പിൽ രാജിവെച്ചപ്പം അവിടെ ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങി, നിലമ്പൂരിലെ ഇലക്ഷൻ തുടങ്ങി, ചേലക്കരയിലടക്കം വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പ്ലാൻ ചെയ്ത പോലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം UDF ഉണ്ടായത്. അല്ല, അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും സതീശൻ്റെ കാര്യത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ഗുണം മറ്റുള്ളവർക്കില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ജയിക്കും UDF ജയിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ഈ 5 ഉപതെരഞ്ഞെടുപ്പിലും കൃത്യമായി ഇന്ന രീതിയിലാണ് അവിടെ ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇന്ന രീതിയിലാണ് വരാൻ 4 കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞു ഒരു അസേർട്ടീവായിട്ട് കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന പെർഫോമൻസിനെ കുറിച്ച് കൃത്യമായി പറയാൻ സതീശന് പറ്റിയെന്നുള്ളതാണ്. അത് മാത്രമല്ല, സതീശനെ പേരുള്ള ഒരു പോസിറ്റീവ് വശം, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഈ അടുത്ത സമയത്ത് പുനർജനി പദ്ധതി തന്നെ അവിടെ 600ഓളം ആളുകൾക്കാണ് വീട് വെച്ചെടുത്തത്. 5 പൈസ ഗവൺമെന്റ് മേടിച്ചില്ല. 2018 പ്രളയത്തില് 750 കോടിയോളം കേരളത്തിൽ പിരിച്ചിട്ട് അത് മുഴുവൻ പിട്ടും കടലെ അടിച്ച ആൾക്കാരാണ് പിണറായി വിജയനും സംഘവും. അതിലും പുനർജനി ലൈഫ് മിഷൻ പദ്ധതി മാത്രം എഴുതാമല്ലോ. അപ്പൊ ലൈഫ് മിഷൻ പദ്ധതി തന്നെ 19 കോടി രൂപ പിരിച്ചിട്ട് അതിൽ 9 കോടി രൂപ അവർ അടിച്ചെടുത്തു. അതില് കൃത്യമായി FCRA ലംഘനം നടത്തിയെന്ന് കൃത്യമായിട്ട് പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആൾ പിണറായി വിജയനാണ്. കാരണം ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിക്ക് പണം അവിടെ നിന്ന് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE സന്നദ്ധ സംഘടനയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും പണം ഇവിടെ സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കാൻ അവകാശമില്ല, FCRA ലംഘനമാണ്. അത് നടത്തിയതിന്റെ 1-ാം പ്രതി പിണറായി വിജയനായിരിക്കെ അതേ FCRA ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മണപ്പാട്ടി ഈ പറയുന്ന ഫൗണ്ടേഷനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, അതിൽ ആ മെമ്പർ അല്ലാത്ത ഈ പറയുന്ന VD സതീശനെ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു കേന്ദ്ര ഗവൺമെന്റിന് അയച്ചത്. അതായത് പിണറായി വിജയന്റെ ഏത് കേസിലും കേരളത്തിൽ നടക്കുന്ന ശബരിമല കേസിലടക്കം CBI എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞ് സ്വയം നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ. എന്നാൽ അതേപോലെ പല കേസുകളും നമ്മുടെ കാഞ്ഞങ്ങാട് ഉണ്ടായ കൊലപാതകം ഉണ്ടല്ലോ, ഇരട്ട കൊലപാതകം, അതിലൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് CBI എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരാണ് പിണറായി വിജയൻ. ഇവിടെ VD സതീശനെതിരെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഇലക്ഷന്റെ ഒറ്റ ദിവസം കൊണ്ട് ഇത് പ്രഖ്യാപിച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോയി അതിനുള്ളിൽ വലിയ ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് വലിയ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് കൊണ്ടുവരാനായിരുന്നു ശ്രമം. അതിൽ ഒരു VD സതീശന് കിട്ടിയ ഗുണവും പിണറായി കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആരോപണം, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സരിതയെ ഉയർത്തിയ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ബാർക്കോഴ ഇങ്ങനെ പല വിഷയങ്ങൾ ഒരുമിച്ച് വന്നു. മാത്രമല്ല കോൺഗ്രസിലെ ഗ്രൂപ്പിസം എന്ന് വളരെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. ഉമ്മൻചാണ്ടി പോണ പോക്കോട്ടെ 2 കോട്ട് ആസ്വദിച്ചവരുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണത്തെ. പക്ഷെ ഇന്ന് സതീശനെതിരായി ഈ ആരോപണം വരുമ്പോൾ ആസ്വദിക്കണം എന്നുള്ളവർക്ക് പോലും ആ ആസ്വാദനം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെത്തിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് മാത്രം അസർട്ടീവായി കോൺഗ്രസ് സംഘടനയിൽ സതീശൻ. അല്ല, സതീശ് ആയെന്ന് മാത്രമല്ല, കുറച്ചു സമയത്തിനുള്ളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള 2ാമത് റിപ്പോർട്ട് വന്നു. അതിൽ സതീഷിന് യാതൊരു ബന്ധവുമില്ല, പുനർജനിയിൽ അതൊരു തട്ടിപ്പും നടത്തിയില്ല, FCRA ലംഘനവും നടന്നില്ല എന്നുള്ള 2ാമത്തെ റിപ്പോർട്ട് മനോജ് എബ്രഹാമിന്റെയാണ്. അദ്ദേഹം ഒരു വളരെ സത്യസന്ധമായി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് മാത്രമല്ല, അത് മൊത്തത്തിൽ VD സതീശന്റെ മൈലേജ് ഒറ്റയടിക്ക് ഹൈറ്റിലെത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നിന്ന ആളുകളെല്ലാം ഒഴിഞ്ഞു നിന്ന് കൊടുത്ത് VD സതീശൻ ക്ലീൻ ആണ്, അതിന് അധികമാണ്, അതിനെ ആപ്റ്റായ ആള് എന്ന് ഇൻഡയറക്റ്റായി വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. മാത്രമല്ല, നമ്മൾ നോക്കേണ്ട കാര്യം, പുനർജനി പദ്ധതിയിലൂടെ അവിടെ എത്ര ആളുകൾക്ക് മറ്റൊരു സഹായം ഇല്ലാതെ അവിടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ പോവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മുണ്ടക്കൈ ദുരന്തത്തിൽ ഇന്നേ വരെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? 700 കോടി രൂപ പിരിച്ചു. ഇന്ന് 2018 ഈ പ്രളയത്തിൽ 700 കോടി രൂപ പിരിച്ചിട്ട് ഇന്നേ വരെ ആർക്കും ഒരു ഗുണം പോലും കിട്ടിയിട്ടില്ല. മാത്രമല്ല, അതിൽ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന സംഭവങ്ങൾ ധാരാളം പുറത്തു വന്നു. മൂലമ്പള്ളിയിൽ കുടിയിറക്കപ്പെട്ടവർക്ക് എന്താ കൊടുത്തു? ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് ആദ്യം കൊടുക്കുന്നവർ എത്ര വർഷമായി? മൂലമ്പള്ളിയിൽ ആൾക്കാരെ ചതുപ്പ് നിലത്ത് കൊണ്ടുപോയി വീട് വെച്ച് അവർക്ക് രോഗബാധിതരാക്കി എത്ര ആളുകൾ അവിടെ മരിച്ചറിയോ? അതേസമയത്ത് VD സതീശൻ
വീട് ഇത് മണപ്പാട്ട് ഇവര് വഴി വീട് കംപ്ലീറ്റ് കൊടുക്കാനുള്ള വീടല്ല പണിത്, താമസിക്കാനുള്ള വീടാണ്. താമസിക്കാനും ജീവിക്കാനുള്ള വീട് കൊടുത്തപ്പോൾ അത് അവര് പറഞ്ഞതാണ് വി ഡി സതീശൻ ദൈവമാണെന്നാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ, ഞാൻ അവിടെ നേരിട്ട് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു. ഞാൻ നേരിട്ട് പഠിക്കാൻ പോയി, വി ഡി സതീശൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് പഠിക്കണമല്ലോ, കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ വെച്ചേക്കല്ലോ. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് നമ്മൾ വി ഡി സതീശനെ തൊഴുതു നിന്ന് പോവും. യാതൊരു തരത്തിലും പബ്ലിസിറ്റിക്ക് വഴങ്ങാതെ അവിടെ നാട്ടിലെ ജനങ്ങൾക്ക്, തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ പ്രളയത്തിൽപ്പെട്ടപ്പോൾ നിങ്ങളെ ഗവൺമെന്റ് സഹായം വേണ്ട, ഞങ്ങളെ മണ്ഡലം നോക്കിക്കോളും എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം പൂർണ്ണമായി നടപ്പിലാക്കി എന്നതാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഓരോ തെരഞ്ഞെടുപ്പിലും പറവൂരിൽ നിന്ന് വെച്ചടി കയറുന്നതിന്റെ രഹസ്യമാണ് നമ്മൾ അവിടെ പോയപ്പോൾ മനസ്സിലായത്. അതുമാത്രമാണോ ഈ അടുത്ത ദിവസം ഏഷ്യാനെറ്റിൽ ഒരു കൈ പോയ ഒരു കുട്ടിയുടെ അവസ്ഥ പുറത്തു വന്നപ്പോൾ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കൈ വെച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് വി ഡി സതീശനെ പോലെ ഒരാളാണ് നമുക്ക് വേണ്ടത്, മുഖ്യമന്ത്രിയെ വേണ്ടത് എന്ന് നിസ്സംശയം തെളിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ വി ഡി സതീശൻ നിലപാടുള്ള ആളാണെന്ന് ആരുടെ കാര്യത്തിൽ തെളിഞ്ഞു? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതെടുത്ത തീരുമാനം. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ട. എന്നാൽ അദ്ദേഹം പറഞ്ഞ എന്താ, അവിടെ അപ്പുറം ആരാ നിൽക്കുന്നത്? മുകേഷ് ബലാത്സംഗത്തിലെ കേസിലെ പ്രതിയാണ്. കടകംപള്ളി അവിടെയുണ്ട്, ഗണേശനുണ്ട്, ഒരു കുട്ടി ഉണ്ടായിരുന്നു, സരിതയിൽ ഒരു കുട്ടിയുള്ള ആളാണ് ഗണേശൻ. എന്തിന് നമ്മളിപ്പോ പിന്നെ CPM ഇപ്പോഴത്തെ സ്വർണ്ണക്കളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ പാർട്ടി പുറത്താക്കിയോ ഇല്ലയോ? ഇത് ജനം ചർച്ച ചെയ്യാണ്. ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാക്കി ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് CBIക്ക് കൊടുക്കണം എന്നുള്ള വാർത്ത വന്നതോടുകൂടി ഇതെല്ലാം ചർച്ചയാക്കുകയും ഇപ്പോൾ വി ഡി സതീശനാണ് ശരി, അദ്ദേഹമാണ് നമുക്ക് നയിക്കേണ്ടത്, ഇന്ന് കേരളം മുഴുവൻ ഒറ്റയ്ക്ക് മൊത്തത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. സാറ് പറഞ്ഞത് പിണറായി വിജയനെ സ്വയം തീരുമാനമില്ലാതെ ഒരുപറ്റ ആൾക്കാർ ഈ വീട്ടിലെല്ലാം കൊണ്ട് പിണറായി വിജയനെ ചാടിക്കുന്നതിന്റെ പിന്നിൽ CPM തന്നെ ഒരു ലോബി ഉണ്ടാവില്ലേ? അല്ല, അത് ലോബി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ലോബി എന്ന് പി ശശിയാണ്. പിന്നെ ബ്രിട്ടാസാണ് ഡൽഹി പോയി PM ശ്രീ പദ്ധതിയിൽ ബ്രിഡ്ജായി നിന്നത് എന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രി മിണ്ടിയിട്ടില്ല. ആര്? ഈ ബ്രിട്ടാസ്. ഇവിടെ CPI അതിനെതിരെ പോരാടുമ്പോൾ അവിടെ ബ്രിട്ടാസിനെ കൊണ്ട് അവിടെ ഡൽഹിയിലൊക്കെ ചെയ്യിച്ചിട്ട് ഒപ്പിട്ടിട്ടാണ് പിണറായി വിജയൻ ആരും അത് അവിടെ മിണ്ടാതിരുന്നത്. അങ്ങനെയുള്ള ഒരു കാട്ടുകളനാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി തെളിയിച്ചൊരു കാര്യമാണ്. അതിനും വ്യത്യാസമുണ്ട് സാറേ. ഇതിൻ്റെ ഇപ്പൊ സെൻകുമാറിനെ DGP ആക്കരുത്, വേറെ DGP വേണം എന്ന് പറയാൻ അങ്ങനെയാണ് ബഹ്റ വന്നത്. ഇതിന് കാണാനായിട്ട് മോഡിയെ കാണാൻ പിണറായി വിജയൻ പോകുമ്പോൾ കൂടെ പോയത് ഏജന്റ് ലാവ്ലിംഗ് കേസ് അതുപോലുള്ള കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബ്രിട്ടാസിനവിടെ ഡൽഹിയിലെ MP ആക്കി, അല്ലാതെ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അദ്ദേഹം കാട്ടുകള്ളനായ പിണറായി വിജയന്റെ സകല കള്ളത്തരങ്ങളും ഡൽഹിയിലെ കുറ്റാന്വേഷണ ഏജൻസികൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി ഇവിടെ BJPക്ക് വേണ്ട എല്ലാ ഒത്താശ ചെയ്തു കൊടുക്കാനുള്ള ബ്രിഡ്ജാണ് ബ്രിട്ടാസ്. തിരുവനന്തപുരം മേയറെ തന്നെ ഇപ്പം ശ്രീലേഖയെ തന്നെ മാറ്റി PV രാജേഷിനെ കൊണ്ടുവരുന്നതിലും ഈ ബ്രിട്ടാസും അതേപോലെ ഈ പിണറായി വിജയനും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഡൽഹി ഇവിടുത്തെ BJP പ്രസിഡന്റിന് പോലും യാതൊരു വിലയില്ല അതിനകത്ത്. അല്ല, ആ രീതിയിൽ എത്തിച്ചു. അപ്പൊ നമ്മളെ മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യം, വി ഡി സതീശൻ ഒരു തടസ്സവും ഇല്ലാതെ മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ആരാണ്? ഇപ്പം പിണറായി. അതാ ഞാൻ പറഞ്ഞ